السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين، وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر. يا الله صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة
ومن هم ومن غمّة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة توفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സുഹൃത്തുക്കൾ, SYS-ന്റെയും SSF-ന്റെയും കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ, നാട്ടിന്റെ നേതാക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോമറകൾ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളിയവരായ നമ്മുടെ ഈ ഒത്തുചേരൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും സ്നേഹവും സമ്പാദിക്കാൻ ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട ഒരു പ്രവർത്തനമായി നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു സന്തോഷത്തോടുകൂടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ ത്വാഅത്തിനും ദീനീ ഖിദ്മത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ്സന പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സഹോദരികളെ, ലോകാനുഗ്രഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഒരിക്കൽ കൂടെ വിശ്വാസികളായ നമ്മുടെ ആയുസ്സിൽ കടന്നു വരികയും പ്രവാചക പ്രേമികൾ ആ മഹാനുഭാവന്റെ ജന്മത്തിലും അവിടത്തിലൂടെ വിശ്വാസികൾക്ക് ലഭ്യമായ അനുഗ്രഹത്തിലും സന്തോഷിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരവസ്ഥ ലോകത്തെങ്ങും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ പ്രദേശത്തുള്ള SYS-ന്റെയും SSF-ന്റെയും ഒക്കെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച മഹത്തായ ഒരു സദസ്സിന്റെ തുടക്കത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന രീതിയിൽ
പ്രവാചകനെ പറ്റി പഠിച്ചവർ വീണ്ടും പഠിക്കുക എന്ന ആശയത്തിലും ഒരു വലിയ മഹത്തായ ലക്ഷ്യത്തോടുകൂടെ സംഘടിപ്പിക്കപ്പെട്ട സദസ്സാണ് ഈ സദസ്സ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറയാനും ആ പ്രവാചകനെ പറ്റി പറഞ്ഞു തീർക്കാനും കെൽപ്പില്ലാത്തവരാണ് നാം എങ്കിലും അറിയാവുന്നതൊക്കെ പറഞ്ഞ് പുണ്യം നേടുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. പഴയ കാലത്തൊക്കെ മുസ്ലിമീങ്ങൾക്ക് റബീഉൽ അവ്വൽ മാസം വന്നാൽ സന്തോഷത്തിന്റെയും നന്ദിയുടെയും ഭാഗമായി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ചർച്ചകളായിരുന്നു എല്ലാവരുടെയും സജീവം. എല്ലാ വീടുകളും മൗലിദിന്റെ പാരായണങ്ങളും പള്ളികളിൽ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും കൊച്ചുമക്കൾ തൊട്ട് മുതിർന്നവർ വരെ അള്ളാഹുവിന്റെ ഹബീബിനെ പാടുകയും പറയുകയും പ്രകീർത്തിക്കുകയും മറ്റുള്ളവർക്ക് കൂടെ ആ പ്രവാചകനെ പഠിക്കാൻ ഉതകുന്ന രീതിയിൽ സദസ്സുകൾ സംഘടിപ്പിക്കുകയും അതിലൂടെയൊക്കെയും ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്യുക എന്നതായിരുന്നു കഴിഞ്ഞകാല മുസ്ലിം ഉമ്മത്തിനൊക്കെ ഉണ്ടായ ആശയം. പക്ഷെ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഈ സമൂഹത്തിന്റെ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു മൂലയിൽ നിൽക്കുന്ന ഒരൽപ്പം ആളുകൾ കുറച്ചു കാലത്തിന് പുറമായി റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ അവർക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കാൻ സമയമില്ല. പ്രവാചകനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ബാധ്യത അവർക്കില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്തുതികീർത്തനങ്ങൾ പറയാനും പാടാനുമുള്ള താല്പര്യം അവർക്കില്ല. അവർക്ക് ആ സമയത്തുള്ള ആകെയുള്ള ഒരു ആവേശം 4 തുണ്ടം കടലാസിൽ അനിസ്ലാമികം 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 എന്നിങ്ങനെ എഴുതലു മാത്രം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരത് ചെയ്യലൊരു അനിവാര്യ ഘടകം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കാരണം അവർക്ക് അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലല്ലോ. അതല്ലാതെ മറ്റു പലതും ചെയ്യാനുള്ള നമ്മളിങ്ങനെ കുറെ നല്ലതൊക്കെ ചെയ്യാം. അവരതൊക്കെ ഇങ്ങനെ അനിസ്ലാമികം ഇസ്ലാമിക വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ആവേശം ഇങ്ങനെ തീർക്കുക. പക്ഷെ ഞാൻ ഒറ്റ കാര്യം നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ, ഞാൻ ആയത്തും ഹദീസിലേക്കൊന്നും പോകുന്നില്ല. അല്ലാഹു തആല നമുക്ക് തന്ന ബുദ്ധി കൊണ്ടും പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭ്യമായ ഒരു അനുഭവവും കൊണ്ട് ബോധ്യപ്പെടുന്ന ഒരു സത്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് നിഅമത്തുകൾ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താനോ ക്ലിപ്തപ്പെടുത്താനോ നമുക്ക് സാധ്യമല്ലാത്ത വിധം കയ്യും കണക്കുമില്ലാത്ത നിരവധി അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആ വിഷയകമായി നമ്മെ ബോധ്യപ്പെടുത്തി, ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ, അതിന്റെ കണക്കൊന്ന് രേഖപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കഴിയില്ല. ആ കഴിവിന്റെ അപ്പുറത്തുള്ള കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതം ധന്യമാക്കി തന്നിട്ടുണ്ട്. അല്ലാഹു അവന്റെ നിഅമത്ത് നമുക്ക് ദായിമാക്കി തരട്ടെ. ഈ ലഭിച്ച നിഅമത്തുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വഅമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിങ്ങൾക്ക് അല്ലാഹുവാകുന്ന ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തുണ്ടായാലും അത് പടച്ചോനായ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹം എന്ന രീതിയിൽ അടിമകളായ നിങ്ങൾ എടുത്തു പറയുന്നത്, സ്മരിക്കുന്നത്, അത് വളരെ പുണ്യമുള്ള ഒരു പ്രവർത്തനമാണ്. റബ്ബാകുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമാണ്. അത് നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം നന്ദിയുള്ള മനുഷ്യന്റെ സ്വഭാവമാണ് കിട്ടിയ നിഅമത്ത് ഇങ്ങനെ പറയുക എന്നുള്ളത്. ഒരാൾക്ക് അല്ലാഹു തആല എന്ത് നിഅമത്ത്, അൽഹംദുലില്ലാഹ് എന്റെ പടച്ചോൻ എനിക്ക് അങ്ങനെ ചെയ്തു തന്നു എന്ന് പറയുന്നത്
അത് നന്ദിയുള്ളൊരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന നന്ദിയുടെ ഒരു വാക്കാണ്. അങ്ങനെ ഓർക്കണം, അത് പറയണം. എടുത്തു പറയൽ അള്ളാഹുവാകുന്ന എനിക്ക് ഇഷ്ടമുള്ളതാണ് എന്നും ഖുർആനിൽ തന്നെ അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ത്യാഗം സഹിച്ച മനസ്സുകളും നന്ദിയുള്ള മനസ്സുകളുമൊക്കെ അനുഗ്രഹത്തെ ഓർക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതിയാണ്, ഇല്ലേ? ഒരു ഉമ്മ ഒരു 5 or 6 മക്കളെ പ്രസവിച്ചു എന്ന് സങ്കല്പിക്കുക. ഇപ്പോഴത്തെ ഉമ്മയല്ല, പഴയ കാലത്ത് ഉമ്മാന്റെ കഥയാ പറയുന്നത്. ഇപ്പൊ അങ്ങനെയൊക്കെ കേൾക്കും വലിയ ബേജാറാണല്ലോ. ഇപ്പം പണ്ടൊക്കെ പരസ്യം ഉണ്ടായത് നമുക്ക് 3 മക്കൾ മതി എന്നാണ്. പിന്നെ സർക്കാരിന്റെ മുദ്രാവാക്യം മാറ്റി നാം 2 നമുക്ക് 2 എന്നായി. ഇപ്പൊ അവിടുന്ന് മാറി നാം 1 നമുക്ക് 1 എന്ന് മതി, അവിടത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളും ഇല്ല ഞമ്മക്കും വേണ്ടാന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്താവും എത്തുകയും ചെയ്യും. ഏതായാലും ഒരു 5 or 6 മക്കൾക്കൊക്കെ ജന്മം നൽകിയിരിക്കുന്ന ഒരു ഉമ്മ, വയസ്സ് ഒരു 10-90 ആയിട്ടുണ്ട്, മരിക്കാൻ കടന്നേക്കാരം, ഓർമ്മശക്തി കൊണ്ട് വേറെ ഒരു കഴിവുമില്ല. ആ ഉമ്മ തന്റെ ഏതു മക്കളെയും പ്രസവിച്ച ദിവസത്തിന്റെ തലേന്നാവും കിടന്ന കിടപ്പിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി പറയുന്ന കേൾക്കാം, ആ നാളെയാണ് കേട്ടോ നമ്മുടെ ഇന്ന മോനെ പ്രസവിച്ച ദിവസവും. ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോ ഭാര്യയുടെ വക പുതിയ ചർച്ച. നമ്മുടെ അബൂബക്കർ എന്നുള്ള ചെറിയ മകൻ, ആ മകനെ പ്രസവിച്ചത് നാളെയാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഓനെ ഇന്ന കൊല്ലം ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന ദിവസത്തിലാണ് പ്രസവിച്ചത്. ഇന്നൊക്കെ ഒരു കുട്ടി ജനിച്ചാല് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ തന്നെ ഡയറിയിൽ എഴുതിയിടും, പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതൊരു ഫർള്, അതിനായി ഇബാദത്താണ്. പണ്ട് കരിക്കട്ടനെ കൊണ്ട് ചുമരിലും കൂടെ എഴുതി വിടൂല, ഇങ്ങനെ ഒരു വിഷയമുള്ള തന്നെ. ചന്ന് ഡയറി ഇല്ലെങ്കിലും എഴുതി വെച്ചിട്ടില്ലെങ്കിലും മയക്കാൻ പറ്റാത്ത ഒരു പേന കൊണ്ട് എഴുതി വെച്ച ഒരു ഇടമുണ്ടായിരുന്നു. അത് പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സാണ്. എന്താണ് ഉമ്മയുടെ മനസ്സിൽ അത് അങ്ങനെ സ്വാധീനം നേടാൻ കാരണം? ഒറ്റ കുട്ടിയുടെ ഡേറ്റ് മാറൂല. മുഹറം മാസം ഇത്രയാണ്, ഇന്ന ദിവസം ഇന്ന മോനെ പെറ്റത്. റബീഉൽ അവ്വൽ മാസം ഇന്ന ദിവസം ഇത്രാം തീയതിയാണ് ഇന്ന മോളെ പ്രസവിച്ചത്. ഇങ്ങനെ പറയണത് എങ്ങനെയാണ്? ഒരു കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന മായാത്തൊരു ചിത്രം പോലെ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിൽ ആ ഓർമ്മ തികട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് 2 കാരണം. ഒന്ന്, വൈവാഹിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു നിഅമത്താണ് ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾക്ക് 3 അല്ലെ നാം 1 നമുക്ക് 2 എന്നെല്ലാം പറഞ്ഞ് മുദ്രാവാക്യം ഒരു ഭാഗത്ത് മുഴങ്ങുമ്പോ വേറൊരു ഭാഗത്ത് എവിടെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസ്, എവിടെ തങ്ങന്മാര് ദ്വാരക്കാൻ വരുന്നത്, എവിടെ ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും ഉള്ളത്, ഓരോരുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു കൗമ് ദ്വാ ചെയ്യിപ്പിക്കാനായി പരക്കം പായി. എന്തിന്? കല്യാണം കഴിഞ്ഞ് 8 കൊല്ലമായി കുട്ടിയായിട്ടില്ല, കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായി ഒരു കുഞ്ഞു കിട്ടിയിട്ടില്ല. ഇങ്ങനെ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യാൻ പരക്കം പായ. അതിനിടയിൽ ആരെങ്കിലും ഇന്നൊരു ഡോക്ടറേറ്റ് പോയാൽ അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം പോയാലും തിരക്കുകൾ അവിടെ എത്തുന്നു, നിരാശയോടെ വരുന്നു. അപ്പൊ വേറൊരു ഡോക്ടർ ഉണ്ട് എന്ന് പറയുന്നു, അങ്ങോട്ട് പോകുന്നു, അവിടെ ഒരുപാട് ചെലവഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ കാരണം എന്താ? ഒരു കുടുംബത്തിന്റെ അനുഗ്രഹവും ഒരു കുടുംബത്തിന്റെ പരമ്പരയുടെ നിലനിൽപ്പും ഒരു സന്താനത്തിന്റെ ലബ്ധിയിലൂടെയാണ്. അത് കിട്ടുക എന്നുള്ള ഇത്ര സന്തോഷം വേറൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ സഹിക്കുന്ന വേദനയിൽ ഏറ്റവും കടുപ്പമുള്ള 2 വേദനയുണ്ട്. അതൊന്ന് മനുഷ്യന്റെ മരണവേദനയാണ്. അല്ലാഹു ആ സമയം നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. രണ്ടാമത് ശക്തിയുള്ളൊരു വേദനയുണ്ട്. അതെപ്പാന്നറിയോ? അതൊരു പെണ്ണിന്റെ പ്രസവ വേദനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഗർഭിണിയായ പെണ്ണ് നൊമ്പല അനുഭവപ്പെടുന്നവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നൊമ്പരണ്ട് തുടങ്ങിയാൽ പിന്നെ 36 ഒരു തീരുമാനത്തിന് ഖിയാമത്ത് നാൾ വരെ ഞാൻ പ്രസവിക്കുന്ന പരിപാടി ഇല്ലാതെ. പക്ഷെ പ്രസവിച്ച് ഒരു 2 മാസം കഴിഞ്ഞാൽ 36 മനസ്സ് നോക്കിട്ട് പോയി, പിന്നെ 36 പൂതി എന്താ, ഒരു കുട്ടിയും കൂടി കിട്ടിയാൽ തിരക്കേടില്ല. ചില ആള് കുട്ടിയുണ്ട്, 2, 3 ഒക്കെ ഉണ്ട്, പക്ഷെ മൂത്തേന് 20, ഇളയന് 10, പിന്നെ 10 അല്ലാതെ കുട്ടികളില്ലാത്ത ഒന്നും കൂടി ഉണ്ടാകണം ഉസ്താദിനെ ദ്വാരക്കുന്നത്. ആ അനുഭവിച്ച വേദനയൊക്കെ കിട്ടിയ ഒരു കുട്ടിയുടെ പുഞ്ചിരി തൂകുന്ന മുഖം നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറക്കുക.
അപ്പൊ ഈ ഒരു അനുഗ്രഹം അത് ലഭ്യമായ ദിവസം, സമയം, ടൈം എല്ലാം ഇയറടക്കം ആ അനുഗ്രഹം ലഭിക്കുന്ന ഒരു മനുഷ്യന്റെ കല്ലിൽ കൊത്തിവെച്ചതുപോലെ അല്ലാഹു തആല അവിടോട്ട് ഉറപ്പിക്കുക. അത് എല്ലാ മതക്കാർക്കുണ്ട് ആ സ്വഭാവം. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മതക്കാർക്കുണ്ട്. മതം ഇല്ലാത്തവനിക്കുണ്ട്. അല്ലേ? മതവിശ്വാസിയല്ലാത്ത ഒരു കുടുംബം അവർക്കൊരു കുട്ടി ജനിച്ചാലും ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആർക്ക് ഓർമ്മയുണ്ട്? അവർക്ക് ഓർമ്മയുണ്ട്. എഴുതി വെച്ചിട്ടെങ്കിലും ഓർമ്മയുണ്ട്. അതിന് ജാതിയും മതത്തിലൊന്നും ഭിന്നിപ്പൊന്നുമില്ല. രണ്ടാമത് ആ ഓർമ്മ നിലനിൽക്കാൻ ഒരു കാരണം ആ ഉമ്മ ആ കുട്ടിക്ക് വേണ്ടി സഹിച്ച ത്യാഗം. ഉപ്പാക്ക് തേങ്ങ മറന്നുപോയിട്ടുണ്ടാവും. ഉപ്പാക്ക് ഇതൊന്നും വലിയ മെമ്മറിയിൽ നിന്നുണ്ടാവില്ല. മൂപ്പര് രാവിലെ പോവുക, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വൈകുന്നേരം രാത്രി ഒരു 10 മണിക്ക് കയറി വന്നാൽ കാലും മൂടൊന്ന് പോയിട്ട് അതുള്ള ശേഖന്മാരെ നമുക്ക് ഇങ്ങനെ കടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ ഇങ്ങനെ പോവുക, വൈകുന്നേരം വരും. മൂപ്പര് കാശ് കൂലി ഉണ്ടാവും. ആകെ പുരയിൽ എന്തെങ്കിലും പട്ടിണി, അരിയില്ല, പഞ്ചസാരല്ല എന്നൊക്കെ അന്ന് അവിടെ പോയിട്ട് വാങ്ങിച്ചോറ് 100 രൂപ കൊടുക്കുക. ഈ സുഖലാണ് ഉപ്പാന്റെ കയ്യിൽ. ഉപ്പാന്റെ മനസ്സിൽ ചിലപ്പം വേണ്ടത്ര എന്തായിക്കോളും, ഇന്ന കുട്ടിന്റെ ഡേറ്റ് ഇന്നതാണ്, ആ കുട്ടിയെ പ്രസവിച്ച് ഇന്ന മാസം അതൊന്നും ഉമ്മ ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്തി. ഉമ്മക്കിന് മറക്കാൻ കഴിയില്ല. കാരണം എന്താ? ഉമ്മയാണ് ആ കുട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചത്. കുട്ടി ഉണ്ടായതിൽ ഭാര്യയും ഭർത്താവും പാർട്ട്ണർഷിപ്പാണെങ്കിലും ഉണ്ടായ കച്ചവടത്തിൽ ത്യാഗം സഹിച്ച ആരാണ്? അത് മാനേജിംഗ് പാർട്ണറാണ്. മൂപ്പർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുതൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഉണ്ടാക്കിയെടുത്ത ആരാണ്? ഭാര്യ. അപ്പൊ ത്യാഗം സഹിച്ച ഉമ്മ, ആ ഉമ്മയുടെ കൽവിൽ കൃത്യമായും നിർബന്ധമായും അതാര് പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ നിലനിൽക്കുക. എന്നാ ഉപ്പാനോട് ഈ കഥയൊക്കെ കൊണ്ട് പറഞ്ഞു, നാളെയാണ് നമ്മുടെ മുഹമ്മദിന്റെ പ്രസവിച്ച ദിവസം. അപ്പൊ ചെറിയോന് കുച്ചുവിടാൻ തുടങ്ങി. നാളെ ഞാൻ സ്കൂളിൽ പോകണ്ടെങ്കിൽ 100 രൂപ മിഠായി വാങ്ങിച്ചു തരണം. പിറ്റേന്ന് രാവിലെ ഈ കുട്ടിയുടെ ഉപ്പ നല്ലൊരു പക്കാ വഹാബി മൗലവിയാണ്. വേഗം കടയിൽ പോയി 100 രൂപ മിഠായി പാക്കറ്റും വാങ്ങിച്ചു കൊടുത്ത് നീ പോയിക്കോന്ന് പറഞ്ഞു. ഒരൊറ്റ മൗലവി ഇതുവരെ ഉറക്കത്തും കൂടെ ചിന്തിച്ചിട്ടില്ല ഈ ആയത്തോ ഹദീസോ തെളിവുണ്ടോന്ന്. ആരോടും ചോദിച്ചിട്ടില്ല. നല്ലൊരു താല്പര്യമുള്ളൊരു കുട്ടിയുടെ ഉപ്പിയൊക്കെ ആണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഒരു അല്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുറച്ച് മിസ്കിമാരൊക്കെ വിളിച്ച് ഭക്ഷിപ്പിച്ചു ദുആ ചെയ്യിപ്പിക്കുന്ന ആ കുട്ടിയുടെ സലാഹത്തിന് വേണ്ടി ആരും ഇതുവരെ ആ വിഷയത്തിൽ എന്തായിട്ടില്ല, തർക്കിച്ചിട്ടില്ല. ഒരൊറ്റ മുജാഹിദിന്റെ മൗലവിമാർ ഇതുവരെ ഒരു പോസ്റ്റ് ഇറക്കിയിട്ടില്ല ഇസ്ലാമിക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു വ്യക്തിത്വത്തിന്റെ ജന്മദിവസം വരുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് ഹാലിളകി. ആരെപ്പറ്റി? മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തായിട്ട് ഈ വിഭാഗത്തിന് റസൂലുള്ളാഹിനോട് ഇത്ര വലിയൊരു അലർജി? എന്തേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത്ര വലിയൊരു എതിർപ്പ് ഇവർക്ക്? ഞാനൊരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് ചോദിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഏതാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകനെ പ്രവാചകനായി അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു അവന്റെ ജീവിതത്തിൽ ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അതിനവനക്ക് കൊടുക്കാനുള്ള മറുപടി വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. അതാണ് വിനീതനായ ഞാൻ എന്റെ പ്രസംഗത്തിൽ ആദ്യം നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത്. ലഖദ് മന്നല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഖുർആൻ വളരെ സ്പഷ്ടമായി പറയുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. നിശ്ചയം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വലിയ ഉപകാരം ഗുണം ചെയ്തു പോയി. എങ്ങനെയാണ് ആ ഗുണം ചെയ്തത്? ഖുർആൻ തന്നെ പറഞ്ഞു, ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ പ്രവാചകനായി അവരിലേക്ക് നിയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു ആ വലിയ ഉപകാരം ചെയ്തത്. ആ ഉപകാരം ചെയ്ത നേതാവ് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു ത്യാഗവും സഹിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ?
യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ പിഴവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ വിറകാകാൻ വിധിക്കപ്പെട്ടുപോയ നിങ്ങൾ അജ്ഞതയുടെ കുരുട്ടിൽ മുങ്ങിത്തപ്പി അധാർമികതയുടെ ആഴിയിലേക്ക് ഊഴിയിട്ടിറങ്ങി അപകടാവസ്ഥയിലെത്തി നിന്ന നിങ്ങളിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒതുക്കേൽപ്പിക്കുകയും ശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ അതിന്റെ ധർമ്മമൂല്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധിയാക്കി ആ മഹാനായ പ്രവാചകൻ നിങ്ങൾക്ക് വേണ്ടി വലിയ ത്യാഗം സഹിച്ചിരിക്കുന്നു കേട്ടോ. മഹാന്മാര് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി സഹിച്ച ഏറ്റവും വലിയ പ്രയത്നം എന്താണെന്നറിയോ? ഇഖ്റാജുൻ നാസി മിനൽ ളുലുമാതി ഇലൻ നൂർ. അക്രമത്തിൽ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ വഴിതെളിച്ചു കൊണ്ടുവന്നു എന്നതാണ് പ്രവാചകൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ത്യാഗപൂർണ സേവനമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണോ? എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാർ, ഉമ്മപെങ്ങന്മാരൊക്കെ വളരെ നല്ല മനസ്സോടെ ചിന്തിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ ചിന്ത നന്നാക്കി തരട്ടെ, നമ്മുടെ പ്രവർത്തനം അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ആക്ഷേപത്തിന്റെ മനസ്സോടെ ചിന്തിക്കരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതിഷേധത്തിന്റെ കാതോടെ കേൾക്കരുത്. വിഷയത്തിന്റെ സത്യം മനസ്സിലാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ചിന്തിക്കണം. അല്ലാഹു നമ്മുടെ ഖൽബിൽ എന്നും നല്ലത് തോന്നിപ്പിച്ചു തരട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വിശ്വാസികളായ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അത് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഏറ്റവും വലിയ ത്യാഗം സഹിച്ചതോ അതും മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ഈ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ലഭ്യമായ അനുഗ്രഹമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസം വരുമ്പോ, ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച ദിവസം വരുമ്പോ, ആ ഡേറ്റ് വരുമ്പോ, ഓ റബീഉൽ അവ്വൽ വന്നുപോയി. പ്രവാചകന്റെ ജന്മസന്തോഷ മാസമാണ്. ആ പ്രവാചകൻ നമുക്ക് വേണ്ടി വലിയ ത്യാഗം സഹിച്ച മഹാനാണ്. ആ പ്രവാചകൻ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വിപ്ലവകാരിയാണ്. ഈ ഓർമ്മയോടെ പ്രവാചകന്റെ ജന്മത്തിൽ സന്തോഷിക്കുകയും ആ പ്രവാചകന്റെ ലബ്ധിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ എടുത്തുദ്ധരിക്കുകയും പറയുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് അങ്ങനെ കണ്ടില്ലേ, റബീഉൽ അവ്വലിന്റെ പരിപാടി വരുമ്പോ നബിദിന പരിപാടിയിലേക്ക് സംഭാവന നേർച്ചയൊക്കെ തരും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആരും തരുന്നുണ്ട്, ബുദ്ധിയുള്ള മറ്റു മതക്കാരും തരുന്നുണ്ട്. തരാത്ത കോമിന് ഏതില്ല? മൂളയിൽ അങ്ങനത്തെ ഒരു ഓർമ്മല്ല എന്ന് മാത്രമേ ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൂ. വിനീതനായ ഞാൻ കഴിഞ്ഞ 10 ദിവസം ഫെബ്രുവരി 9 മുതൽ 18 വരെ 10 ദിവസം എന്റെ സ്ഥാപനത്തിൽ ഒരു മദ്ഹൂർ റസൂൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ആ 10 ദിവസത്തിന്റെ ഒരു കയ്യും കണക്കില്ലാത്ത ആളുകൾ നേർച്ചയും സംഭാവന ഒക്കെ കൊടുത്തയച്ചു, ചോദിക്കാതെ. ആ കൊടുത്തയച്ച കൂട്ടത്തിൽ കുറെ ഹൈന്ദവ സഹോദരന്മാരുണ്ട്. കാരണം ഓൽക്കും അറിയാം മുഹമ്മദ് നബി എന്ന് പറഞ്ഞ വല്ലാത്തൊരു സാധനമാണ്. ആ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്താൽ നമ്മളെ കാര്യം ഒന്ന് അറിഞ്ഞു വിട്ടു ആരും വിശ്വസിക്കുന്നുണ്ട്, അവരും വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഓഫീസിലിരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി മുക്കിയ വെള്ളം അതിങ്ങനെ ഒരാൾ വാങ്ങിക്കൊണ്ടുപോകുമ്പോ ഞങ്ങളെ സ്ഥാപനത്തിൽ ഇന്റർലോക്കിന്റെ പണിയെടുക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട്. അയാൾ ചോദിച്ചു, കുറച്ച് വെള്ളം എനിക്ക് തരുമോ? കാരണം നിങ്ങളെ മക്കത്തെ വെള്ളം എനിക്ക് കിട്ടിയിട്ട് വലിയ ഉപകാരം കിട്ടിയിട്ട് മുഹമ്മദ് നബിയുടെ മുടിന്റെ വെള്ളത്തിനെ പറ്റി ഞാൻ പത്രത്തിൽ വായിച്ചു. കുറെ ആൾ എതിർത്തിട്ടും കുറെ ആൾ അനുകൂലിച്ച് ചോദിച്ചൊക്കെ വായിച്ചിട്ട് വലിയ പുണ്യമുള്ള വെള്ളമായിരിക്കും, കുറച്ച് എനിക്കും കിട്ടുമെന്ന് അവന്റെ ചോദ്യം. വേറൊരു വിഭാഗം പറയുന്നത് അത് ഇസ്ലാമികല്ല, അനിസ്ലാമികാണ്. നിങ്ങൾ ആലോചിച്ചു, ഇവരെ പോലത്തെ ഒരു ഹതഭാഗ്യന്മാർ അള്ളാഹുവിന്റെ ഭൂമിയിൽ വേറെ ആരുണ്ടാകുക? നമ്മളവർ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു തആല അവർക്ക് നല്ലത് തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. നമുക്ക് അവരുടെ ഹിദായത്താണല്ലോ ഏറ്റവും വലുത്. ആരും പെടക്കലും നഷ്ടപ്പെടലും അല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ഏറ്റവും വലുത് ഒരാൾ ഹിദായത്തിലേക്ക് വല്ലാണ്. അള്ളാഹു അവർക്ക് നല്ലത് തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് 10 ദിവസം ഞാൻ എന്റെ സ്ഥാപനത്തിൽ മദ്ഹൂർ റസൂൽ പ്രഭാഷണം നടത്തിയപ്പോ
മൂന്നാമത്തെ ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയുക, പാടുക, മൗലിദ് ചൊല്ലുക, ഇതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ സ്ഥാപനം നിലനിൽക്കുന്ന ഉളിയിൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പാരമ്പര്യ ജമാഅത്ത് ഇസ്ലാമിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബം മൂന്നാമത്തെ ദിവസം അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ആ മനുഷ്യൻ എപ്പോഴും നിൽക്കരിക്കാൻ നമ്മുടെ വഴിയിലേക്ക് വരിക. ആ മനുഷ്യൻ വന്നപ്പോ കടുപ്പം കുറച്ച് കൂടുതലായി. റബീഉൽ അവ്വൽ 12 മൗലൂദ് എല്ലാം വേണ്ടിയിട്ട് സുന്നികൾ പള്ളിയിലെത്തുന്നതിനേക്കാൾ മുമ്പ് ആ മനുഷ്യൻ ആ പള്ളിയിലേക്ക് എത്തി. ആ മനുഷ്യന്റെ മകള് 10 കൊല്ലം ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ പഠിച്ചാളാ. ഇപ്പൊ ഒരു 4-5 മാസമായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് പഠിച്ചു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ മുജാഹിദ് ജമാഅത്ത് എല്ലാം വന്ന് പഠിക്കും. അൽഹംദുലില്ലാഹ് 2-3 കൊല്ലം പഠിച്ചാൽ പിന്നെ നല്ല ഒന്നാം തരം സുന്നിയായിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അത് അല്ലാഹു തആല അങ്ങനെ ഒരു ബർക്കത്ത് ചെയ്തതാ. അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടും ആ കുട്ടികൾക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട്. ഈയിടെ 5 വർഷം മുജാഹിദിന്റെ കോളേജിൽ പഠിച്ച 2 കുട്ടികൾ ഞങ്ങളെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചു. 2 വർഷം പഠിച്ചിട്ട് സ്ഥാപനത്തിൽ പുറത്തു പോകാൻ നോക്കുന്ന ഒരു 6 മാസം മുമ്പ് സ്വന്തം പുരയിൽ വെച്ചാൽ ഉസ്താറായിട്ട് മൗലൂദ് അങ്ങോട്ട് തരും. കാരണവന്മാര് 2 മുജാഹിദാണ്. ദേഷ്യം പിടിച്ച് ഓൽക്കുള്ള എല്ലാ സഹായവും മുടക്കി ഇപ്പോൾ താമസിക്കാൻ വീടില്ലാതെ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിന്റെ വാടക ഇപ്പൊ ഞാനാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല ഒരാളുടെ കൽബിൽ എപ്പോഴാണ് ഇത് കൊടുക്കാന്ന് പറയാൻ പറ്റില്ല. ഈ 10 കൊല്ലം പഠിച്ച കുട്ടി 6 മാസമായി ഞങ്ങൾ സ്ഥാപനത്തിൽ പഠിക്കാൻ തുടങ്ങി. എന്നാലും വിശ്വാസിങ്ങനെ മനസ്സിലുണ്ട്. കുട്ടി ഡിഗ്രി കിട്ടാൻ വേണ്ടി വന്ന് പഠിച്ചാണ്. പഠിക്കുന്ന കുട്ടിക്ക് ഡിഗ്രി കൊടുക്കണല്ലോ. ഏതായാലും ബാലു തുടങ്ങി 4ാമത്തെ ദിവസം ഞാൻ കോളേജിൽ പോയിട്ടൊരു ക്ലാസ്സിലേക്ക് ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് ചോദിച്ചപ്പോൾ കുറേ ആളുകൾ ദ്വാരക്കാൻ പറയുന്ന കൂട്ടത്തിൽ ആ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഉസ്താദേ എന്റെ 10 കൊല്ലം ഏതായാലും പോയി, ഒരു 6 മാസം കിട്ടിയൊരു വെളിച്ചുണ്ട്, അതിന് നഷ്ടപ്പെട്ടു പോടാതിരിക്കും, ഒന്ന് ദ്വാരക്കണേ. ആ കുട്ടിയുടെ അപേക്ഷ അള്ളാഹു അവരുടെ നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. നമ്മൾ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉറപ്പിച്ച് നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളെ നമ്മൾ ആക്ഷേപിക്കാൻ പോണ്ട. ആർക്കാണ് അല്ലാഹു തആല എപ്പോഴാണ് ഹിദായത്ത് കൊടുത്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളൊരു വാക്കുകൊണ്ട് ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ അൽഹംദുലില്ലാഹ്, ല യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ. 10,000 ആള് നമ്മളെ ചീത്ത പറഞ്ഞാലും ഒരു മനുഷ്യന് ഹിദായത്തിലേക്ക് വന്നാൽ നമുക്ക് ഏറ്റവും വലുതാ ഹിദായത്ത. 10,000 ആളെ ചീത്ത നമ്മൾ എന്താക്കണ്ട, പ്രശ്നമായിട്ട് കാണണ്ട. ഓരോ അബ്ദുള്ള തലം മുടി റസൂലുള്ളാഹിന്റെ മുടിമുക്കിയ വെള്ളം തെറ്റാൻ എഴുതിയിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ കുറെ സങ്കടം സഹിക്കുമ്പോ 10 മൂമിനിങ്ങളെ വെള്ളം വാങ്ങിക്കൊണ്ടിട്ട് അതാ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം. അതിന്റെ അപ്പുറം നമ്മൾ ഓരോന്നും ഉണ്ടാക്കണ്ട. അങ്ങനെ ഓ അബ്ദുള്ള, ഹേ അബ്ദുള്ള, ഈ അബ്ദുള്ള ഒക്കെ കുറെ എന്തായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടൊന്നും എന്തായിട്ടില്ല, മുസ്ലിമീങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. അല്ലാഹു തആല അഖീദക്ക് പ്രാധാന്യം നൽകുന്ന വിഭാഗത്തെ ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിർത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അനുഗ്രഹം, ആ അനുഗ്രഹം ലഭിച്ച മാസവും ദിവസവും ഓർക്കുന്നതും ആ പ്രവാചകൻ സഹിച്ച ത്യാഗത്തിന്റെ നന്ദിയുടെ സ്മരണ പുതുക്കിയിട്ട് ആ പ്രവാചകനെ പറ്റി പറയുന്നതും പാടുന്നതും പ്രകീർത്തിക്കുന്നതും തെറ്റാണെന്ന് പറയാൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധ്യമല്ല എന്ന് മാത്രമല്ല, രണ്ടാമതൊരു കാര്യവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന അകലത്തിൽ മുജാഹിദിന്റെ ആശയം ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമാണ് ശരിയെന്ന് ധരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരല്പം ഒരു ചെറിയ മിനിറ്റുകൾ ഈ സദസ്സുമായി നിങ്ങളുടെ മനസ്സിനെ പങ്കിടാൻ നിങ്ങൾ സന്മനസ് കാണിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോകത്തൊരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ എന്ത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാകേണ്ടതും ഏത് വിഷയത്തിനു വേണ്ടിയാണെന്നറിയുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഒരാൾ ജീവിതത്തിൽ എല്ലാം ചെലവഴിക്കേണ്ടത്, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ത്യാഗം സഹിക്കേണ്ടതും അതിനാണ്. നമുക്കറിയില്ലേ, അംബിയാ മുർസലുകൾക്ക് ശേഷം മനുഷ്യലോകത്ത് 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹാവ്യക്തിത്വമുണ്ട്. ആരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അംബിയാ മുർസലുകൾക്ക് ശേഷം മനുഷ്യലോകത്ത് 1-ാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണ്. ആ വിഷയത്തിൽ പറയുന്ന ഒരൊറ്റ പേര് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്
അത്തരത്തിലുള്ള ഒരു ഗ്രേഡ് ലഭിക്കാൻ വലിയൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകനോടുള്ള അടുപ്പത്തിന്റെ വിഷയത്തിലോ, പ്രവാചകനെ ഉൾക്കൊണ്ട വിഷയത്തിലോ, പ്രവാചകനിൽ വിശ്വാസം സമർപ്പിക്കുന്ന വിഷയത്തിലോ, പ്രവാചകന് വേണ്ടി ത്യാഗം സഹിച്ച വിഷയത്തിലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന വിഷയത്തിലോ തുല്യതയുള്ള ഒരാൾ ലോകത്ത് മറ്റൊരാളില്ല. അതാണല്ലോ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്, വസാനിയസ്നൈനി ഫിൽ വാരിൽ മോനി ഫി വഖഫൽ ആദൂബിഹി ഇർസഈദൽ ജബല. എല്ലാവരും റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ നല്ല ശബ്ദത്തിൽ നേരെ ഇരുന്നൊരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സ്വല്ലി വസല്ലം അബദ അലാ ഹബീബിക ഖൈർ വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു من البرية لم يعدل به رجلا. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയല്ലോ, ഏത് പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ പ്രവാചകന്റെ പക്ഷത്ത് രണ്ടാമത്തെ കക്ഷിയായി നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഏക വ്യക്തിത്വം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖിനോട് പ്രവാചക പ്രേമത്തിലും തുല്യത നേടാൻ പറ്റിയ രണ്ടാമത്തൊരു കക്ഷിയില്ല. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? സദഖത യാ ഹസ്സാൻ ഹുവ കമാ ഖുൽത. ഓ ഹസ്സാനെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. സിദ്ദീഖുൽ അക്ബർ അങ്ങനെ തന്നെയാണ്. എന്തേ ആ സിദ്ദീഖുൽ അക്ബറിന് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയത്? അതിന് അടിസ്ഥാനപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്താണെന്നറിയോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചുനാടിലെ റസൂലുള്ളാഹി തങ്ങളുടെ കളിക്കൂട്ടുകാരനായി വളരാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിത്വം സിദ്ദീഖുൽ അക്ബർ തന്നെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിൽ വയസ്സിൽ ഡിഫറൻസ് 3 വയസ്സിന്റെ വ്യത്യാസമാണ്. റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വയസ്സിന്റെ ഏറ്റ വ്യത്യാസം എത്രയാണ്? 3 വയസ്സിന്റെ ഏറ്റ വ്യത്യാസം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ പ്രായം മുതൽക്കേ റസൂലുള്ളാഹി തങ്ങളുടെ കളിക്കൂട്ടുകാരനായി വളർന്ന ഒരു വ്യക്തിത്വമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അവിടെ നിൽക്കുന്നില്ല. 40 വയസ്സ് പൂർത്തിയായപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് നുബുവത്ത് കിട്ടിയല്ലോ. ആ നുബുവത്ത് കിട്ടിയ സമയത്ത് ആദ്യമായി റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതും ആര് തന്നെ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്നെ. കണ്ടോ, എന്റെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവർ അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാനത് ഇൻദഹു. ഞാൻ ഏതെങ്കിലും ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് മനുഷ്യനെയും ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ ആദ്യം ഒരു ചെറിയൊരാടിക്കളിയും ഒരു എക്കച്ചക്കയും ഒക്കെ കളിച്ചിട്ടുണ്ട്. ആരൊഴികെ? ഇല്ലാ മാ കാന മിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒഴിച്ച് മഹാനവറുകളോ ഞാൻ വിളിക്കേണ്ട താമസം നേരെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൗഹീദിലേക്ക് വരുമ്പോ 1/2 സെക്കൻഡിന്റെ സംശയം പോലും ഉണ്ടായിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിക്കേണ്ട താമസം നേരെ തൗഹീദിലേക്ക് കടന്നു വന്ന മനുഷ്യനാണ്. കാരണം റസൂലുള്ളാഹിനെ കൊച്ചുപ്രായം മുതൽക്കേ മനസ്സിലാക്കിയ വ്യക്തിയാണ്. എം എം അക്ബർ മൗലവിന്റെ ആശയമല്ല സിദ്ദീഖുൽ അക്ബറിന്റെ ആശയം.
മുജാഹിദ് മൗലവിമാരുടെ ആശയമല്ല സിദ്ദീഖുൽ അക്ബറിന്റെ ആശയം. അവരുടെ ആശയം എന്താ? മുഹമ്മദ് നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധാരണ മനുഷ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാക്ഷാൽ അറബി പയ്യൻ. ആരാ പറഞ്ഞത്? എം അക്ബർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സുഹൈർ ചുങ്കത്തർ എന്താ പറഞ്ഞത്? മുഹമ്മദ് നബിയല്ല, മയമാക്ക, മുഹമ്മദ് ക, അല്ലേ? മൂസാ നബിയല്ല, മൂസാക്ക. ഓ, ആ നാവിന്റെ കടുപ്പം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വേറൊരു മൗലവി പറഞ്ഞതോ, മുഹമ്മദ് നബി ജനിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള ശരിയായ ചരിത്രം പഠിച്ച മുഹമ്മദ് നബി എന്നല്ല പറയാ, എന്താ സാധനോന്നാ പറയാ. ആ മറ്റൊരു മൗലവിയാ. എന്താ? ഗർഭം ധരിച്ച് 6 മാസമായപ്പോ വാപ്പാന്റെ കാറ്റ് കഴിഞ്ഞു പോയി. എന്താ പറയാ? അതിനെ പള്ളയിൽ ഊറിയപ്പോ തന്നെ വാപ്പാന്റെ കാറ്റ് കഴിഞ്ഞു പോയി. പ്രസവിച്ചിട്ട് 6 വയസ്സായപ്പോ ഉമ്മാന്റെ കാറ്റും കഴിഞ്ഞു പോയി. കപാല താരെ ഏറ്റെടുത്തു, അവരൊക്കെ കാറ്റ് കഴിഞ്ഞു പോയി. നേരെ ഇപ്പൊ ആ മനുഷ്യന്റെ ചരിത്രം പഠിച്ചാ നിങ്ങൾ പറയാ മുഹമ്മദ് നബി എന്നല്ല, പിന്നെ ഇതാപ്പോ സാധനോന്നാ പറയാൻ. അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് പ്രവാചകനെ പഠിക്കേണ്ട ഗതികേട് ഈ സമുദായത്തിന് തരാതിരിക്കട്ടെ. നമുക്ക് പഠിക്കാൻ സഹാബത്ത് മതി. നമുക്ക് മഹാരഥന്മാരായ സഹാബത്തിലൂടെ പഠിച്ചാൽ മതി. ഈ ഉണക്കാമുറിക്കുകളിൽ നിന്ന് ഒരിക്കലും നമുക്ക് പ്രവാചകൻ പഠിക്കേണ്ടതില്ല. അവർക്ക് പ്രവാചകന്റെ അറിവിന്റെ ഒരു മൂലയിലെത്തി നിൽക്കാൻ ഭാഗ്യം കിട്ടാത്തവരാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊച്ചുപ്രായം മുതൽ ഒന്നിച്ച് കളിക്കൂട്ടുകാരനായി വളർന്ന് പ്രവാചകന്റെ പേഴ്സണാലിറ്റിയും വ്യക്തിത്വവും പരിപൂർണമായി മനസ്സിൽ ഏറ്റുവാങ്ങിയതുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോ അടുത്ത സെക്കൻഡ് കാത്തു നിൽക്കാനില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കണ്ടോ ആ സിദ്ദീഖുൽ അക്ബറിന്റെ അംഗീകാരത്തിന്റെ കടുപ്പോ? തന്റെ ഏറ്റവും നല്ല സുമുഖിയായ മകൾ സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ 9 വയസ്സുള്ളപ്പോൾ റസൂലുള്ളാഹിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. പ്രവാചകനോടുള്ള ആദരവ്, സ്നേഹം, ബഹുമാനം കണ്ടില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ നേരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീബിയുമായിട്ട് വീട്ടിൽ കൂടുന്നത് വരെയുള്ള കാലയളവിൽ ഒരു കളിക്കൂട്ടുകാരനെ പോലെയാ ജീവിച്ചിരുന്നത് എന്നാണ്. കാരണം കൊച്ചുപ്രായാൻ വൈവാഹിക ജീവിതത്തിലേക്ക് മാത്രം കടന്നു വരാൻ മാത്രമുള്ള ബോധത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉപ്പയിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ടുന്ന ലാളിത്യം എന്താണോ ആ ലാളിത്യത്തോടുകൂടെയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. ആ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ കൊണ്ട് ആദ്യമായി വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ. എന്നാൽ പല ആളുകളുടെയും ഈമാൻ പിഴച്ചുപോകാൻ കാരണമായൊരു ഘട്ടം ഉണ്ടായിരുന്നു. എപ്പോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജിന്റെ സംഭവം നടന്നപ്പോ നേരത്തെ വന്നിരായ സഖാഫി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയുടെ ചുരുക്കം ചില സമയങ്ങൾ കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും അള്ളാഹുവിന്റെ അധീനതയിലേക്കും പോയി റബ്ബുമായി കൊണ്ട് അഭിമുഖ സംഭാഷണം നടത്തി തിരിച്ചു വന്ന സംഭവമുണ്ടല്ലോ. ആ വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ച ചില വഹാബികൾ അന്നുമുണ്ടായിരുന്നു. അതിൽ സംശയം പ്രകടിപ്പിച്ച ചില ചെറിയ ഇസ്ലാമിക്കാർ അന്നുണ്ടായിരുന്നു. അവര് നിഫാഖിന്റെ അവകാശികളായിരുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യക്തമാക്കിയപ്പോ ഈമാൻ ദുർബലതയുള്ള പല ആളുകളും അങ്ങ് പിഴച്ചുപോയി. പക്ഷേ ആദ്യമായി ആ വിഷയത്തിൽ കണ്ണും ചിമ്മി വിശ്വാസമർപ്പിച്ച വ്യക്തി ആരാണെന്നറിയുമോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഹുവല്ലദീ സമ്മാ അബൂബക്കറിൻ അലാ ലിസാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത പേരാണ് സിദ്ദീഖ്. ഇന്നല്ലാഹ ഹുവല്ലദീ സമ്മാ അബൂബക്കറിൻ. കണ്ടോ,
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് പേര് കൊടുത്ത ആരാന്നറിയോ? മുഹമ്മദ് നബി സ്വന്തം കൊടുത്തതല്ല, പടച്ച റബ്ബ് നേരിട്ട് കൊടുത്തതാ. പക്ഷേ അലാ ലിസാനി റസൂലില്ലാഹി, റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ കൊടുത്തു എന്ന് മാത്രം. ഏത് പ്രതിസന്ധിയിലും റസൂലുള്ളാഹിന്റെ ചാരത്താണ് സിദ്ദീഖുൽ അക്ബർ ഉണ്ടായത്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സഹിച്ച വിഷയം എന്തിനാണെന്നറിയുമോ? അത് റസൂലുള്ളാഹിയെ ജനങ്ങൾക്ക് എത്തിക്കാനാ, പ്രവാചകനിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനാ. ഓ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് ചോദിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി, പ്രവാചകന്റെ പ്രചരണത്തിന് വേണ്ടി നാം എന്ത് സഹിച്ചു മക്കളെ? ഒരു 2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചതാണോ ത്യാഗം? അല്ല, ഒരു 500 രൂപ നിങ്ങൾ സംഭാവന കൊടുത്തതാണോ ത്യാഗം? അല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിച്ച ത്യാഗത്തിന്റെ മൂലയിൽ വെക്കാൻ ഈ സേവനമില്ല കേട്ടോ. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ കാണാം, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളടക്കം ചുരുക്കം ന്യൂനപക്ഷ മുസ്ലിമീങ്ങൾ പരസ്യ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ ഒന്നിച്ചുള്ള ന്യൂനപക്ഷ മുസ്ലിമീങ്ങളും അതാ ദാറുൽ അർഖമിലേക്ക് പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് അവിടെ പ്രവേശിച്ചത് എന്നറിയോ? രഹസ്യമായി ഇസ്ലാമിക പ്രബോധനം നടത്താൻ, രഹസ്യമായിട്ട് അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സദസ്സിൽ ഇസ്ലാമിന്റെ തനിമയും മഹത്വവും ഭദ്രതയും ഇങ്ങനെ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പരാമർശിക്കുന്നു. ഇതങ്ങ് കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമാധാനം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഈ ഒരു വലിയ വ്യക്തിത്വം ഇവിടെ അങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട വസ്തുവാണോ? അല്ല, ഈ വിലപ്പെട്ട ആശയം ഒരു മൂലയിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ആശയമാണോ? അല്ല, റസൂലുള്ളാഹിയിലേക്ക് ജനങ്ങളൊന്നൊഴുകി വരട്ടെ. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ പറയുമ്പോ കേട്ട കാര്യം അതാ ഉറക്കെ വിളിച്ചു പറയുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങൾ കേൾക്കാൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വാക്ക്, യാ അബൂബക്കർ ഇന്നാ ഖലീൽ. ഓ അബൂബക്കറെ, നമ്മൾ വളരെ ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് ഇപ്പൊ നീ പബ്ലിക് ആക്കല്ല, നമുക്ക് അല്പം ക്ഷമിച്ച് പ്രബോധനം നടത്താം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, പറ്റൂല നബിയേ. അങ്ങനെ റസൂലുള്ളാഹിന്റെ കയ്യും പിടിച്ചുകൊണ്ട് അതാ ദാറുൽ അർഖമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നു. ഹത്താ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ മഅഹു മിനസ് സ്വഹാബ വഖാമ അബൂബക്കറും ഫിന്നാസ് ഖതീബൻ വറസൂലുള്ളാഹി ജാലിസുൻ ദആ ഇലാ റസൂലില്ലാഹി ഫഹുവ അവ്വലു ഖതീബിൻ ദആ ഇലല്ലാഹി വറസൂലിഹി. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ പുറത്തിറങ്ങിയ ഉടൻ തന്നെ റസൂലുള്ളാഹിയെ സഹാബത്തിനെ ഒരു ഭാഗത്താടി ഇരുത്തിയിട്ട് വളരെ പരസ്യമായി റസൂലുള്ളാഹിയിലേക്ക് ആളെ ക്ഷണിക്കുന്നു. ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, കാന അവ്വലു വഹുവ അവ്വലു ഖതീബിൻ ദആ ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹുവിലേക്കും പ്രവാചകനിലേക്കും ആദ്യമായി പരസ്യമായി ജനങ്ങളെ ക്ഷണിച്ച മനുഷ്യൻ അത് സിദ്ദീഖുൽ അക്ബർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് അങ്ങ് പറഞ്ഞപ്പോഴോ സുബ്ഹാന ജല്ല ജലാലുഹു മാറി നിൽക്കുന്ന മക്കയിലുള്ള അധർമ്മകാരികൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അധർമ്മകാരികളായ ആളുകൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. വല്ലാത്ത ബേജാർ ഇങ്ങോട്ട് വന്നു. അതാ മാറി നിൽക്കുന്ന ശത്രുക്കൾ പ്രവാചകനെ കൊള്ളയും സഹാബത്തിനെ കൊള്ളയും ഓടി അടുക്കുന്നു. ഒന്നിച്ചുള്ള ന്യൂനപക്ഷ മുസ്ലിമീങ്ങളെ വല്ലാതെ മർദ്ദിച്ചു.
അള്ളാഹുവിന്റെ ഹബീബിനെ എങ്ങനെയൊക്കെ സഹാബത്ത് സുരക്ഷിതമായി അങ്ങ് മാറ്റി. വളരെ ശക്തമായ മർദ്ദനം മുസ്ലിമീങ്ങൾ ഏറ്റുവാങ്ങി. ക്ഷമിച്ചു, സഹിച്ചു, പ്രതികരിക്കാനില്ല, പ്രതിരോധിക്കാനില്ല. പക്ഷേ അതാ ഒരു മനുഷ്യൻ ഓടി വരുന്നു റസൂലുള്ളാഹിനെ കൊല്ലെ. അത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാതെ കാലൊന്നങ്ങ് പൊക്കിച്ചവിട്ടിപ്പോയ ആ മനുഷ്യൻ ഉരുണ്ടി വീഴുന്നു. ഈ രംഗം കണ്ട് മാറി നിൽക്കുന്ന ക്രൂരനായ ഉത്ബത്തുണ്ടല്ലോ, അതാ ഉത്ബത്ത് ഓടി വരുന്നു സിദ്ദീഖുൽ അക്ബറിനെ കൊല്ലെ. എങ്ങനെയാണ് ഓടി വരുന്നതെന്നറിയോ? തന്റെ കാലിലുള്ള 2 ചെരുപ്പും അഴിച്ച് കയ്യിൽ പിടിച്ചിട്ടുള്ള നല്ല ഘനമുള്ള ചെരുപ്പാണ്. ആ ചെരുപ്പ് 2 മൂരിയിട്ട് കയ്യിൽ പിടിച്ചോടി അടുക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചെരുപ്പ് കൊണ്ട് തല്ലുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചെരുപ്പ് കൊണ്ട് അടിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ആ ബറക്കത്തുള്ള ശരീരം വല്ലാതെ മർദ്ദനമേറ്റു വാങ്ങാൻ തുടങ്ങി. അടി കിട്ടി കിട്ടി സിദ്ദീഖുൽ അക്ബർ തളർന്നു. ദേഷ്യം പിടിച്ച ഉത്ബത്തതാ വെറുപ്പ് തീരാതെ തന്റെ കയ്യിൽ കിടക്കുന്ന ചെരുപ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തങ്ങ് വലിച്ചെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കിന് തട്ടി. മൂക്കിന്റെ പാലം തകർന്നുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകി. ചുണ്ട് പൊട്ടിയിട്ട് രക്തം ഒഴുകി. ക്ഷുഭിതനായ ഉത്ബത്ത് വീണ്ടും ചെരുപ്പെടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തടിച്ചു. അടി കിട്ടി വേദന സഹിക്കാൻ കഴിയാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തളർന്നു വീണുപോയി. വീണ് കിടക്കുന്ന സ്ഥലത്തുനിന്നും ഉത്ബത്ത് മുഖത്തടിക്കുന്നു. ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം നോക്കുമ്പോ മൂക്കും മുഖവും വേർതിരിക്കാൻ കഴിയുന്നില്ല. മൂക്കിനടി കിട്ടിയിട്ട് എല്ല് തകർന്ന് മുഖത്തോടങ്ങ് പറ്റിപ്പോയിരിക്കുന്നു. ബോധരഹിതനായി കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബനൂ തമീം ഗോത്രക്കാരിൽപ്പെട്ട ചില ആളുകൾ വന്ന് താങ്ങിപ്പിടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പക്ഷത്താണെങ്കിലും മാന്യന്മാരൊക്കെ സിദ്ദീഖുൽ അക്ബറിനോട് വലിയ ബഹുമാനമാണ്, സ്നേഹമാണ്. ബനൂ തമീമുകാർ ഉത്ബത്തിനോട് ദേശത്തിന്റെ കടുപ്പം കൊണ്ട് പറഞ്ഞു, ഓ ഉത്ബത്തെ, അബൂബക്കറിനെങ്ങാനും വല്ലതും പറ്റിയാൽ നിന്റെ കാറ്റ് ഞങ്ങൾ കഴിക്കും കേട്ടോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ അടുക്കൽ കൊണ്ടുപോയി ആ വീട്ടിലങ്ങ് കിടത്തിക്കൊടുത്തു. ഉമ്മാക്ക് വല്ലാത്ത സങ്കടം. തന്റെ പ്രിയപ്പെട്ട മകൻ അബോധാവസ്ഥയിലാണ്. മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്, ചുണ്ടിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ആ സ്ഥലത്തുള്ള വൈദ്യന്മാരൊക്കെ വന്ന് ചികിത്സ നടത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം തെളിയുന്നില്ല. കുറെ ഉരുട്ടി നോക്കി, അനങ്ങുന്നില്ല. ഉമ്മയല്ലേ, വല്ലാത്ത വേദനയുണ്ട്. ഉമ്മയന്ന് മുസ്ലിമത്തല്ല, പക്ഷേ വേദനയുണ്ട് മകന്റെ വിഷയത്തിൽ. കുറെ ഉരുട്ടി അനക്കി നോക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം വരുന്നില്ല. എല്ലാവരും സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഏകദേശം പകലിന്റെ അവസാന സമയമങ്ങായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം വന്നു. ബോധം വന്ന് കണ്ണ് തുറന്ന ഉടൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, മാ ഫഅല റസൂലുള്ളാഹി, എന്തേ അള്ളാഹുവിന്റെ ഹബീബ് പണിയെടുത്തത്? ആ ഹബീബിനെന്ത് പറ്റി? ആദ്യത്തെ ചോദ്യം അതാണ്. തകർന്ന മൂക്കിനെ പറ്റിയല്ല, പൊട്ടിയ ചുണ്ടിനെ പറ്റിയല്ല, അനുഭവിച്ച അബോധാവസ്ഥയെ പറ്റിയല്ല, ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനയെ പറ്റിയല്ല. ഒന്ന് ചെറിയ ബോധം വന്നപ്പോ ചോദ്യം, എവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി? ആ പ്രവാചകൻ എന്തു പറ്റി? ചോദ്യം കേട്ടപ്പോ ഉമ്മ മുസ്ലിം അല്ലല്ലോ, മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്നു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല. ആവർത്തിച്ച് ചോദിക്കുന്നു, എവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി? വല്ലാതെ ചോദിച്ചപ്പോ ഉമ്മ വന്നിട്ട് പറയുന്നു, അബൂബക്കറെ, നിന്റെ ആ മുഹമ്മദ് എവിടെയെന്നുള്ള ഒരു വിവരവും ഞങ്ങൾ എടുത്തില്ല. വല്ലാഹി മാലി ഇൽമും ബിസാഹിബിക, നിന്റെ ആ ചങ്ങാതി മുഹമ്മദ് എവിടെയെന്നുള്ളത് എനിക്കൊരറിവുമില്ല എന്ന് ഉമ്മ അങ്ങ് കൈയൊഴിഞ്ഞു. പക്ഷേ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഈ വിനീതനായ മകനോടും മാക്ക് സ്നേഹമുണ്ടോ? ഈ മകന്റെ മനോവിഷമത്തിൽ അങ്ങക്ക് പ്രയാസമുണ്ടോ? എങ്കിൽ എന്റെ ഹബീബ് എവിടെ എന്നൊന്ന് അന്വേഷിച്ച് കണ്ടെത്തി തരണം, അല്ലാതെ എനിക്ക് സമാധാനമില്ല ഉമ്മ. ഉമ്മ ചോദിച്ചു, അല്ല മോനെ അബൂബക്കർ, എവിടെ നിന്നാണ് എനിക്ക് അറിവ് കിട്ടുക? ഉമ്മ ചെറിയൊരു ഉപകാരം ചെയ്താൽ മതി. ഉമ്മു ജമീല ബീബിയുടെ വീട്ടിലേക്കൊന്നു പോയാൽ ആ മഹദിയുടെ കയ്യിൽ റസൂലുള്ള എവിടെ എന്നുള്ള റിസൾട്ട് ഉണ്ടാകും. ന്റെ ഉമ്മ ഇറങ്ങിപ്പോവുകയാണ് ഉമ്മു ജമീല ബീബിയുടെ വീട്ടിലേക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്ന സിദ്ദീഖുൽ അക്ബർ, മൂക്കിൽ നിന്ന് രക്തം പൊട്ടിയൊരിച്ച സിദ്ദീഖുൽ അക്ബർ, മുഖവും മൂക്കും ഒരുപോലെ പരന്നുപോയ സിദ്ദീഖുൽ അക്ബർ, പൊട്ടിയ ചുണ്ടിൽ നിന്ന് വേദനയും നൊമ്പരവും കടിച്ചിടക്കുന്ന സിദ്ദീഖുൽ അക്ബർ. കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയല്ല ചോദ്യം, കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയല്ല തന്റെ ചോദ്യം, എന്നെ ആക്രമിച്ചത് ആര് എന്നതല്ല ചോദ്യം. എവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി? ആ ഹബീബിനെ കാണാതെ എനിക്ക് നിർവാഹമില്ല. ഉമ്മു ജമീല ബീബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പോവുകയാണ്. ഉമ്മു ജമീല ബീബിയോട് ചോദിക്കുന്നു, എന്റെ മകൻ അബൂബക്കർ മുഹമ്മദിനെ കാണാതെ വല്ലാത്ത സങ്കടത്തിലാണ്, അതുകൊണ്ട് എവിടെയാണ് ആ മുഹമ്മദ് ഉള്ളതെന്ന് പറഞ്ഞു തരുമോ? ഉമ്മു ജമീല ബീവിക്ക് മനസ്സിന്റെ അകത്തളത്തിൽ ഒരു ഭയം. കാരണം സിദ്ദീഖുൽ അക്ബറിന്റെ ഉമ്മ പ്രവാചകന്റെ എതിർപക്ഷത്താണ്. എവിടെയാണ് റസൂലുള്ളാഹി ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്താൽ ആ സീക്രട്ട് ചോർന്നിട്ട് അക്രമികൾ പ്രവാചകനിലേക്ക് തിരിച്ചുപോയേക്കുമോ? അക്രമികൾ ആ പ്രവാചകനെ മർദ്ദിച്ചേക്കുമോ? ഇതാണ് ഉമ്മു ജമീല ബീബിയുടെ ഭീതി. ഉമ്മു ജമീല ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ലാ അഅരിഫു മുഹമ്മദൻ വലാ അബാ ബക്കർ. അതെ, എനിക്ക് മുഹമ്മദിനെ അറിയില്ല, അബൂബക്കറിനെ അറിയില്ല, എവിടെയുള്ളതെന്ന് അറിയില്ല. പക്ഷേ ഉമ്മു ജമീല ബീബിയുടെ മനസ്സിലൊരു വേദന തികട്ടി വന്നു. കാരണം സിദ്ദീഖുൽ അക്ബറിന് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ കടുപ്പം ഉമ്മു ജമീലക്കറിയാം. ആ സിദ്ദീഖുൽ അക്ബറിന് മനസ്സമാധാനം ഉണ്ടാകൂലല്ലോ. പെട്ടെന്നൊരു ബുദ്ധിയെടുക്കുകയാണ് ഉമ്മു ജമീല ബീബി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് ചോദിക്കുന്നു, അബൂബക്കറിനെ ആശ്വസിപ്പിക്കാൻ ഞാനും ഒന്നിച്ചു വരണോ? ഉമ്മ പറഞ്ഞു, ഒന്ന് വന്നാൽ തിരക്കേടില്ല. ഉമ്മു ജമീല ബീബി റളിയല്ലാഹു അൻഹ നേരെ പോകുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തെത്തിയപ്പോ വളരെ രഹസ്യമായി പറയുന്നു, ഓ അബൂബക്കർ, അങ്ങയോടൊരു കാര്യമുണ്ട് വിനയത്തോടെ പറയാൻ. അങ്ങയുടെ ഉമ്മ പ്രവാചകന്റെ പ്രതിപക്ഷത്താൻ. പ്രവാചകൻ എവിടെ എന്ന രഹസ്യം പുറത്തു ചാടിയാൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ട് പരസ്യപ്പെടുത്തല്ല അബൂബക്കറേ. അബൂബക്കർ എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുരക്ഷിതനാൻ. സാലിമുൽ ഹുവ ഫീ ദാരിൽ അർഖം. അതേ, മുഹമ്മദ് നബി സുരക്ഷിതനാണ്, ദാറുൽ അർഖമിൽ വളരെ സുരക്ഷിതനായിരിക്കുന്നുണ്ട്. ഇതങ്ങ് കേൾക്കേണ്ട താമസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയുന്ന വാക്ക്, വല്ലാഹി ലാ അദൂഖു തആമൻ വലാ ശറാബാ. പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ഒരൊറ്റ തുള്ളി വെള്ളം കുടിക്കൂല. ഉമ്മാഹി ലാ അദൂഖു തആമൻ വലാ ശറാബാ. പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ഒരൊറ്റ തുള്ളി വെള്ളം കുടിക്കൂല ഉമ്മ. ഒരു പിടി ഭക്ഷണം ഞാൻ കഴിക്കില്ല ഉമ്മ. എന്റെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബായ നേതാവിനെ ഞാനൊന്ന് കാണുന്നത് വരെ ഒരൊറ്റ തുള്ളി വെള്ളം എനിക്ക് വേണ്ട, ഒരു നുള്ളി ഭക്ഷണവും എനിക്ക് വേണ്ട. ഞാൻ മരിച്ചാലും തിരക്കേടില്ല, എന്റെ ഹബീബിനെ കാണാതെ എനിക്ക് നിർവാഹമില്ല ഉമ്മ. ആ പ്രിയപ്പെട്ട മാതാവ് 2-3 നാട്ടുകാരെ വിളിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുപ്പിക്കുകയാണ്. കൊണ്ടുപോകുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹി. മഹാനായ പ്രവാചക സവിധത്തിലേക്ക് അങ്ങെത്തിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂക്ക് പരന്നിരിക്കുകയാണ്.
രക്തമൊഴുകുകയാൽ, ചുണ്ട് പൊട്ടിയിരിക്കുകയാൽ, തളർന്നവശനായിരിക്കുകയാൽ, ശരീരമാസകലം അടികിട്ടിയ പാടുകളാൽ. ഇത് കണ്ട് വേദനയോടെ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, അല്ല അബൂബക്കർ, എന്തു പറ്റി അങ്ങക്ക്? ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ കാലിൽ കുമ്പിട്ട് കിടന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്നു, ഓ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, എന്റെ ഉമ്മയും വാപ്പയും അങ്ങക്ക് ദണ്ഡമാണ്. എനിക്ക് ജനങ്ങളിൽ ഒന്നും പറ്റിയിട്ടില്ല നബിയേ. എനിക്ക് ചെറിയ നിസ്സാരമായൊരു പ്രശ്നമേ വന്നിട്ടുള്ളൂ. എനിക്ക് അവിടെയല്ല പ്രശ്നം നബിയേ. എന്റെ വേദനയല്ല എന്റെ പ്രശ്നം, എന്റെ നൊമ്പരമല്ല എന്റെ പ്രശ്നം, എനിക്ക് ലഭിച്ച പീഡനമല്ല എന്റെ പ്രശ്നം. എന്റെ ഇപ്പോഴത്തെയും ആഗ്രഹം പ്രവാചക പക്ഷത്തേക്ക് ജനങ്ങൾ വരട്ടെ. എന്നാൽ ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടൊരു കാര്യം അപേക്ഷിക്കുന്നു നബിയേ. ഈ കാണുന്നത് എന്റെ ഉമ്മയാൽ, മകനാകുന്ന അബൂബക്കറിനെ വല്ലാതെ സ്നേഹിച്ച ഉമ്മയാൽ. ആ ഉമ്മ പ്രവാചകരെ അങ്ങയുടെ പ്രതിപക്ഷത്താണ് ഇന്നുള്ളത്. എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരാഗ്രഹം ആ ഉമ്മ റസൂലുള്ളാഹി തങ്ങളാകുന്ന അങ്ങയുടെ ഭാഗത്തോട്ട് വന്നു നിൽക്കലാൽ ഒന്ന് ദുആ ചെയ്യണം നബിയേ. സുബ്ഹാനല്ലാഹ്. വേദന കടിച്ചിറക്കുന്ന സമയത്തും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ ശക്തമായ ആഗ്രഹം അതേ ഉമ്മ പ്രവാചകന്റെ പക്ഷത്തേക്ക് പോകണം. അല്ലാഹുവിന്റെ ഹബീബ് രണ്ട് കൈയും ഉയർത്തി ദുആ ചെയ്തു. ഉമ്മ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ ഹിദായത്തിന് വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത് കൈയങ്ങ് താഴ്ത്തി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അപേക്ഷ പരിഗണിച്ച